ഡിയേഴ്സ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതാ ഈ കേക്കാണ്. ഒട്ടും ടൈം വേണ്ട കേട്ടോ കുക്കിങ്ങിന്. ഒരു 15 മിനിറ്റ് താഴെ മാത്രം സ്റ്റവ് യൂസ് ചെയ്തുകൊണ്ട് ബേക്ക് ചെയ്യൊന്നും ചെയ്യാതെ തന്നെ റെഡിയാക്കി സെറ്റാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അത് മാത്രമല്ല, ശരിക്കും ഒരു യമ്മി കേക്കാണ് കേട്ടോ. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ബദാം ഇട്ട് കൊടുക്കുകയാണ്. ബദാമിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ട് എടുക്കാം, കാഷ്യൂനട്ട് എടുക്കാം. അപ്പോൾ കയ്യിലുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മാത്രം മതി. ബദാം തന്നെ വേണം എന്നില്ല. അപ്പോൾ ഇത് ഓയിലൊന്നും ഒഴിക്കാതെ തന്നെ ഇതേപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റാക്കി എടുക്കാം. അതൊക്കെ ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ റോസ്റ്റാക്കി കിട്ടും. ഇത് നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കത്തി വെച്ചൊന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. ഇനി വീണ്ടും ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/3 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കൊക്കോ പൗഡറിലെ കട്ടകളൊക്കെ അങ്ങ് ഉടഞ്ഞു പോയിക്കോളും പഞ്ചസാരയോടുകൂടെ മിക്സ് ചെയ്യുമ്പോൾ. അതിനുശേഷം വേണം നമുക്ക് വെള്ളം ചേർക്കാൻ. അപ്പോൾ വെള്ളത്തിൽ കട്ടയായിട്ടൊന്നും കിടക്കില്ല. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 3/4 കപ്പ് വെള്ളം എന്ന് വെച്ചാൽ എൻ്റെ കപ്പിന് 200 ml ആണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കാം. 150 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. തിളച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വരെ ഇളക്കണേ. ഫുള്ളായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, ഒന്നും കട്ട പിടിക്കരുത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. 5 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി എടുത്തിരിക്കുന്ന ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. 350 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. ഇനി ഇതെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇത് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. മിക്സിയിലിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. കുറച്ച് പീസസ് ആയിട്ട് കിടന്നോട്ടെ, അതായിരിക്കും നമുക്കിങ്ങനെ കടിച്ചെടുക്കാൻ നല്ല ടേസ്റ്റ്. ബിസ്ക്കറ്റ് എല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ബദാം ഉണ്ടല്ലോ, അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. അതിൻ്റെ ഒരു ഹാഫ് അങ്ങിട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് വെച്ചേക്കാം, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ സിറപ്പ് തണുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അതുകൂടി ഇതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു സ്റ്റെപ്പിൽ സത്യം പറഞ്ഞാൽ ഇതൊന്ന് കഴിച്ച് നോക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ മാത്രം നല്ലതാണ്. അപ്പോൾ വെറുതെ ആണെങ്കിലും ബിസ്ക്കറ്റൊക്കെ എടുക്കുന്ന ടൈമിൽ ഇതേപോലെ ചെയ്യുവാണെങ്കിൽ ചുമ്മാ കഴിക്കാൻ നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുക്കണം. ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ബൗൾ എടുത്താൽ മതി കേട്ടോ. അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു ബൗൾ എടുത്താൽ മാത്രം മതി. കാരണം നമുക്ക് കേക്ക് ടിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ബേക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ബേക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് വെച്ച് നമുക്കിതുപോലെ സെറ്റാക്കി എടുക്കാം. ഫില്ല് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ ഈ പാൻ നല്ലപോലെ ഒന്ന് ബട്ടർ ഇട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വയ്ക്കാം, അല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുക്കാം. എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വയ്ക്കുക. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൻ്റെ താഴത്തെ പോർഷനിൽ വെച്ചാൽ മതി. ഈ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ക്രീം മെല്ലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 200 ഗ്രാം ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് സാധാ ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുവാണെങ്കിൽ നല്ല ഡാർക്ക് കളർ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് വാങ്ങിക്കുവാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങുക, അപ്പോൾ നല്ല കളർ കിട്ടും. ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചോക്ലേറ്റ് ഫുള്ളായിട്ട് മെൽറ്റായി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. മെല്ലെ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ 1/2 മണിക്കൂർ റെഫ്രിജറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മിനിമം 4 മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്റ് ചെയ്യണം. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. ഇനി പിറ്റേന്ന് രാവിലെയാണ് എടുക്കാൻ പോകുന്നത്. ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഡ്രോപ്സ് ആയിട്ട് വെള്ളം വീണതാണ് ഈ വൈറ്റ് കളർ കാണുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ എങ്ങനെയൊന്നും ഉണ്ടാവില്ല.
ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽമണ്ട് പൊടിച്ചതിൻ്റെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ നട്ട്സിൻ്റെ പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം. ടേബിൾ ഞാനിത് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ആ വാട്ടർ ഡ്രോപ്സ് വീണെടുത്ത് കൂടി ഞാൻ ഈ നട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട്, അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളി നല്ല കട്ടിയായിട്ടായിരിക്കുന്നത് കേട്ടോ, പൊടിഞ്ഞു പോകുമൊന്നുമില്ല. നല്ല ഭംഗിയായിട്ട് നമുക്ക് കട്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ നമ്മുടെ പരിപാടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് കണ്ടോ, ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 15 മിനിറ്റ് മതി. ഇതാ ഇതിനകത്ത് ഫുള്ള് ഈ ബിസ്ക്കറ്റും നമ്മുടെ നട്ട്സുമാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും ഈ ഒരു കേക്ക്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇവിടെ ആണെങ്കിൽ ഒരാൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ കേട്ടോ. അപ്പോൾ അതിനടുത്ത് വരുന്ന ബെലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകണം. കമൻറ്റ് ചെയ്താലേ നിങ്ങളെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വീണ്ടും വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.